ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ബിരിയാണികളുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. എന്നാലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി, നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹോട്ടൽ രുചിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ പെട്ടെന്ന് തന്നെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 750 ഗ്രാം ചിക്കൻ മീഡിയം സൈസായി കട്ട് ചെയ്തതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് വേണം ഓരോ മസാലപ്പൊടികളായിട്ട് ചേർത്തെടുക്കാൻ വേണ്ടി. 1 ടീസ്പൂൺ ഉപ്പും പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ തീരെ ടൈം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 15 to 20 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. അതിനുശേഷം വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണിക്കുള്ള അരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജീരകശാല അല്ലെങ്കിൽ വയനാടൻ കൈമ എന്ന് പറയുന്ന ചെറുമണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 500 ഗ്രാം വരും. അപ്പോൾ അത് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയിട്ടിട്ട്, അതായത് നന്നായി തിരുമ്പി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് പൊട്ടിപ്പോവും. അത് കാരണമാണ് തിരുമ്പി കഴുകാണ്ട് ഇതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ് കുതിർത്ത് 15 to 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് റൈസ് കറക്റ്റായിട്ട് കുക്കായി കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 7 സവോള എടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 500-600 ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കട്ടെ. ഒരു പാൻ സ്റ്റൗമ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ നെയ്യ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഡാൽഡ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 10-15 കാഷ്നട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് 1/4 ഭാഗം ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10-40 എണ്ണം എടുത്തിട്ടുണ്ട് കിസ്മിസ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കിസ്മിസ് ബോളാവുന്ന ഒരു ടൈമിൽ കാഷ്നട്ടും ഫ്രൈ ആയി കിട്ടും. അപ്പോൾ രണ്ടും സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഈ ഓയിലിലേക്ക് മീഡിയം സൈസുള്ള 2 സവോള തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് ഉലർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉലർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ബിരിയാണിയുടെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 സവോള ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി തന്നെ ഉപ്പും പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും പൊടി ചേർത്തിട്ട് നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. സവോളയൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ഷുഗർ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സവോളയ്ക്ക് ഒരു ചെറിയൊരു മധുരവും അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറും കിട്ടും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ സ്റ്റെയിൻ ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഇതിലേക്ക് സവോള കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു 5 സവോള എടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും പൊടി ആദ്യം തന്നെ ചേർത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് എടുത്തതിന് ശേഷം ഓയിലിൽ, ഇപ്പോൾ നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഓയിലിൻ്റെ അംശം ഒന്ന് കുറഞ്ഞോട്ടെ എന്നുള്ളതിൽ. സവോള ഒന്ന് പകുതി വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇപ്പോൾ ഈ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചതച്ചെടുക്കുന്ന കാരണം തന്നെ നമ്മൾ സവോള പകുതി വാടുന്ന ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ. അതും കൂടി ഈ ഒരു ടൈമിൽ ഇട്ടിട്ട് ഒന്ന് വാടി വരട്ടെ. ബിരിയാണി മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ കഷ്ണം പട്ട, മസാല സ്റ്റാർ 1 എണ്ണം, ജാതിപത്രിക 1 എണ്ണത്തിൻ്റെ, ജാതിക്കായയുടെ കുരു ഒരു 1/4 ഭാഗം, ഒരു 7 കറിയാമ്പൂ, ഒരു 4 ഏലക്കായും, 1/4 ടീസ്പൂൺ സാജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കറുത്ത ഏലക്കായ ഉണ്ടെങ്കിൽ 1 എണ്ണം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക.
സവോള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഴുത്ത് നല്ല വലിയ തക്കാളി 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇളക്കി നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതിൻ്റെ ഒരു 1/4 ഭാഗമായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു 1/2 to 1/4 ടീസ്പൂൺ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയില്ലേ, ബിരിയാണി മസാലയുടെ പൊടി, ആ ഒരു പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ബിരിയാണി മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മല്ലിയുടെ ഫ്ലേവർ അധികം വേണ്ട. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1-1.25 ടേബിൾ സ്പൂൺ എല്ലാം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ബിരിയാണിയുടെ നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിലേക്ക് വരുള്ളൂ. മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തിളച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് വറ്റിച്ചെടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ 1/4 കപ്പ് ഒഴിക്കുക, അതും വറ്റിച്ചെടുക്കുക. മൂന്നാമത് 1/4 കപ്പ് ഒഴിക്കുന്ന ആ ഒരു ടൈമിൽ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 to 8 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്ത് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു വലിയൊരു പിടി മല്ലിയില കുഞ്ഞിതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 പിടി കൂടിയും ചേർത്ത് കുഞ്ഞിതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തണ്ട് നീക്കം ചെയ്തിട്ട് വേണം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, 2 ഏലക്കായ, 4 കരയമ്പൂവും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന കണക്കിൽ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ 4.5 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് സ്റ്റെയിൻ ചെയ്തിട്ട് നീക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബിരിയാണി മസാലയിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് റൈസിന് കിട്ടാൻ വേണ്ടിയിട്ട്. റൈസ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെച്ചെടുക്കുകയാണ്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു കയ്യിൽ വെച്ചൊന്ന് ഇളക്കിയിട്ട് അത് മൂടി വെക്കാം. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാന്നുണ്ടെങ്കിൽ അടി കട്ടിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പാൻ ചൂടായതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൈസിന് പകരമായിട്ട് ചിക്കൻ്റെ റോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതാണോ താല്പര്യമെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ റൈസ് ഒരു പകുതി ഭാഗം റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് തെളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ യെല്ലോയും വൈറ്റും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള റൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കുറച്ച് മുൻതൂക്കം നിൽക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ഒരു 1/4 ടീസ്പൂൺ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ എസെൻസ് അല്ല റോസ് വാട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കാറില്ല. പണ്ട് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു, ഇപ്പോൾ ചേർത്ത് കൊടുക്കാറില്ല. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മല്ലിയില, ഒരു പിടി എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും അതുപോലെ തന്നെ കാഷ്നട്ട്, കിസ്മിസ്, ഒനിയൻ വറുത്തതും കൂടി ഇതിലേക്കൊന്ന് എല്ലാ സൈഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ പുതിന ഇല അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ സൈഡിലേക്കും ചേർത്ത് കൊടുക്കുകയാണ്. 1-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ നെയ്യ് സൈഡിലേക്കും നടുവിലേക്കും ഒന്നായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ്റെ മസാല ഒടക്കിനുള്ള ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള റൈസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് മഞ്ഞളും മിക്സ് ചെയ്തെടുത്തിട്ടുള്ള പാലൊന്ന് എല്ലാ സൈഡിലേക്കും തെളിച്ചു കൊടുക്കുകയാണ്. മല്ലിയില, പുതിനയില, ഒനിയൻ ഫ്രൈ ചെയ്തത്,
കാഷ്നട്ട്, കിസ്മിസ്, നെയ്യ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഫോയിൽ പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള മൂടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒരു ഡവറയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കണമെങ്കിൽ മുകളിൽ നിന്നും ചൂട് വരും, താഴെ നിന്നും ചൂട് വരും. അപ്പോൾ നന്നായിട്ട് ബിരിയാണി ദമ്മായി കിട്ടും. ഇനി നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ എയറൊന്നും കടക്കില്ല, നല്ല ടൈറ്റായിട്ട് നിൽക്കും. നിങ്ങളുടെ ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ സൈഡൊന്ന് മൈദമാവ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ് ഒന്ന് ദം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് താഴേക്ക് ഇളക്കി കൊടുക്കുന്നില്ല, മുകളിലത്തെ ഒരു ലെയർ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ദം ചെയ്യുമ്പോൾ സവോള ഫ്രൈ ചെയ്തത് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാടിപ്പോവും. അപ്പോൾ അത് കാരണം എല്ലാ അതിൻ്റെയും കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ട് അവസാനം നമ്മൾ സർവ് ചെയ്യുന്നൊരു ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ്സിൽ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് വൈറ്റും യെല്ലും കൂടിയുള്ള റൈസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ മസാല കൊടുക്കാനുള്ള ചിക്കൻ്റെ ഒരു റൈസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സലാഡും പിക്കിളും കൂടിയിട്ട് നമുക്ക് കഴിക്കാം. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ചിക്കൻ ദം ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പൈനാപ്പിൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ കുഞ്ഞ് പീസായിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി വെക്കില്ലേ, അപ്പോൾ റൈസിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പൈനാപ്പിൾ എസൻസ് തന്നെ ചേർത്ത് കൊടുക്കേണ്ട. ഞാൻ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഇവിടുത്തെ ആ കൈമ റൈസ് അല്ലെങ്കിൽ വയനാടൻ കൈമയ്ക്കൊരു നല്ലൊരു മണമുണ്ട്. അപ്പോൾ ഒരു ബിരിയാണിയുടെ മണം തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ ബിരിയാണി മസാലയും കൂടി ഉണ്ടാക്കിയെടുത്ത കാരണം തന്നെ അപ്പോൾ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.